ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പൂരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തലേ ദിവസത്തെ കോഴീനെ കൊന്നതില്ലേ, നാടൻ കോഴി, അതിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് പൂരിയും നല്ല നാടൻ തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ച കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും ഏട്ടൻ എഴുന്നേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുന്തി തള്ളി പല്ലൊക്കെ തേക്കാൻ വിട്ടിട്ട് ഞാൻ എൻ്റെ മുഖത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യുവാണ് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസാണ്, നമ്മുടെ മുഖം കാണാൻ സൂപ്പറാന്നൊക്കെ. ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, അതിൻ്റെ ഇതൊന്നും നിൻ്റെ മുഖത്ത് കാണാനില്ലല്ലോ. എന്താ പറയുക, അവരുടെയൊക്കെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നിറം വെക്കും, വെളുത്ത് പാറും എന്നൊക്കെ. അങ്ങനെയല്ല, നമുക്ക് ഓൾറെഡി ഉള്ള നമ്മളുടെ ഒരു സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മളുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാവരും ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് വെളുത്തിട്ട് പാറാന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. നിറത്തിലൊന്നുമല്ല കാര്യം, നമ്മൾക്ക് ഓൾറെഡി ഉള്ള സ്കിൻ നമ്മൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസൊക്കെ ഇട്ടിട്ട് ഓട്സ് വെച്ചിട്ട് കഴുകി, പിന്നെ നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഒരു ടോണറും, പിന്നെ ഞാൻ അലോവേര ജെല്ലെല്ലാം നമ്മളുടെ മോയ്സ്ചറൈസർ ക്രീമാണ് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ കുപ്പി കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതെല്ലാം തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ വന്നു. ഓരോരോ പ്രാന്ത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ പിടിച്ചിരുത്തിയതാ. പിന്നെ നമ്മൾ ഇഷ്ടം അങ്ങ് ഭക്ഷിച്ചു. 3 അല്ലട്ടെ, ഞാൻ അതിൽ കൂടുതലൊക്കെ കഴിച്ച്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പപ്പയും ഏട്ടനും കൂടെ ബാങ്കിൽ പോയേക്കുവാണ്. പിന്നെ പേപ്പൻ, അതായത് ഏട്ടൻ്റെ അപ്പച്ചൻ്റെ അനിയൻ നടുവേദനയായിട്ട് നമ്മുടെ ഇവിടെ കാഞ്ഞൂർ ആശുപത്രിയിൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഏട്ടൻ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് അവിടെ പേപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ ഏട്ടൻ്റെ വീട്ടിലും കൂടെ കയറുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വൈകുന്നേരം ഏട്ടൻ കളിക്കാൻ പോയിട്ട് വന്നിട്ട് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, നോക്കാം. ഇപ്പം പപ്പ പോയതുകൊണ്ട് നമ്മൾക്ക് പപ്പ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുവാണ്. ചോറ് ഊറ്റി കഴിയുമ്പോഴത്തേക്കും മിക്കവാറും അവർ വരും. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. പിന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു. അപ്പം തന്നെ വേഗം പോയി ഞാൻ ഡ്രസ്സൊക്കെ മാറി. നമ്മൾ അല്ലറ ചില്ലറ ഓട്സിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് പോണേട്ടാ. അത് അവിടെ ഒരു കസിന് ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവന് ഹോം ഫേഷ്യൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഓട്സിൻ്റെ സംഭവങ്ങൾ, പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ടാണ് നമ്മൾ പോയി. അപ്പം നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ പോയി. ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മനക്കെട്ടി വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ അത് ചെയ്യണം, അല്ലെങ്കിൽ നന്നാവൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് പേപ്പനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ ഫേഷ്യൽ ചെയ്തില്ല കേട്ടോ. അവന് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ കുഞ്ഞിക്കാട്ട് വേണ്ട, വലിയ സംഭവമൊന്നുമല്ല. പിന്നെ അവന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു റീൽസ് എടുപ്പിൻ്റെ അപാരതയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്, ഷോർട്സ് ആയിട്ടും പിന്നെ ഞാൻ ഇടുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കമ്മ്യൂണിറ്റി പോകണതാണ്. അഭിനയിക്കട്ടെ, എടുക്കാല്ലേ ശരിക്കും? ഞാൻ പിന്നെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഈ സകലമാന ഭാവങ്ങളും മിന്നിമായുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇത് എടുത്ത് കറക്റ്റ് മറ്റേ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴത്തേക്കും അവർ രണ്ടുപേരും വന്നു. ഒരു അക്ഷയ് അപ്പു എന്നാണ് അവരുടെ പേര്. ഏട്ടൻ്റെ അവിടുത്തെ അപ്പച്ചൻ്റെ അനിയൻ്റെ 2 പിള്ളേരാണ്. അപ്പോൾ അവർ വന്നു. അപ്പോൾ ഇന്നലെ ഏട്ടൻ മേടിച്ച ഐസ്ക്രീം ഞങ്ങൾ മൊത്തം ഫിനിഷ് ആക്കിയിട്ടുണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് എടുക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ ഞാൻ ഈ തെണ്ടികൾക്ക് കൊടുക്കില്ലായിരുന്നു. പിന്നെ അതെടുത്ത് എല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു. അത് വാനിലയാണ് അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കണേ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വാനിലയുടെ അല്ല, വേറെ എന്തോ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നില്ല. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു.
പിന്നെ അപ്പൂന് ഇങ്ങനത്തെ മുഖത്തെ കലാപരിപാടികളൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതേ മറ്റവൻ മാത്രം അവിടെ ഇരിക്കണവരെ മാത്രമേ അത് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ അവരിവിടെ പ്ലേ സ്റ്റേഷൻ ഉണ്ട്, ഇവർ വരണ സമയത്തൊക്കെ പ്ലേ സ്റ്റേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ അത് വല്ലപ്പോഴൊക്കെ ഒന്ന് ഓൺ ചെയ്തിടുക. കാരണം നമ്മൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ കൂടെ ഒരു ആശ്രയം ആ സാധനമാണ്. കാരണം എന്നല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ കേബിൾ കണക്ഷൻ എടുക്കണമല്ലോ. ഇപ്പം ഈ പ്ലേ സ്റ്റേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ പുറത്തായിരുന്ന സമയത്ത് നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് സകലമാന സംഭവങ്ങളും കാണാമായിരുന്നു. അപ്പോൾ അതിടയ്ക്ക് അവർ അതിലിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സുഖം, നല്ല തണുപ്പുണ്ടാവും. ഇവരുടെയൊക്കെ വിചാരം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് സംഭവമൊക്കെ ചെയ്തു കൊടുക്കുമെന്ന്. അപ്പം ഞാനായിട്ട് എൻ്റെ പേര് ചീത്തപ്പേര് ഉണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അവൻ്റെ മുഖമൊക്കെ ഐസ് ഇട്ടൊക്കെ ഇത് തണുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റേ ക്യൂബ് ഫ്രീസറിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആ സാധനമൊക്കെ ഇട്ടൊക്കെ അങ്ങ് വെച്ച് കിടത്തി പുള്ള അതൊക്കെ തേച്ച് ഫാനൊക്കെ ഇട്ട് അങ്ങ് സുഖിച്ച് കിടക്കായിരുന്നു അവൻ. പക്ഷെ ആ സാധനം മുഖത്തിന് ഭയങ്കര സുഖമാണ് കേട്ടോ, നല്ല സുഖമാണ് സംഭവം. വധുവിനെ തേടുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിടാം. അവന് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അവൻ്റെ മുഖം ഞാൻ മറ്റേ ബ്ലറൊക്കെ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ ഞാൻ എടുത്തേ. പക്ഷെ ഞാൻ ചെയ്യണില്ല, പറ്റിച്ച്. അപ്പോൾ അവന് എന്താ പറയുക, വീഡിയോയിൽ വധുവിനെ തേടുന്നു എന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇടാടെ ആരെങ്കിലൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ മുഖത്ത് അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന സെയിം സംഭവങ്ങൾ തന്നെ, ഫേസ് വാഷ്, സ്ക്രബ് ഇതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ എടുത്ത് അവർ കുട്ടപ്പിനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കാന്ന്. അപ്പോ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ നോട്ടം കണ്ടത്. ഇവരിപ്പം ഏട്ടൻ അവിടെ ഇരുന്നത് പ്ലേ സ്റ്റേഷനിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കണം. അതുങ്ങൾ രണ്ടെണ്ണം വേറൊരു കസിനെ ഫോൺ വിളിച്ചിട്ട് ഫോണിൽ PUBG കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഉറക്കം വന്നതിനിപ്പോൾ ഞാൻ സൈഡിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ട് പിന്നെ കുറച്ചൊരു 3:45 ആയപ്പോഴത്തേക്ക് നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചു. പിന്നെ ഇവർ വരണ പ്രമാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ പപ്പടവടയില്ലേ, പപ്പടവട ഞാൻ കുറേ നാളെ കഴിച്ചിട്ട് പപ്പടവടയും ഒരു കേക്കും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂടെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പം പേപ്പൻ ആശുപത്രിയിലാണല്ലോ, അപ്പം മേമയാണ് ഇപ്പം അവിടെ. അപ്പം ഇവരാരെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പോയി. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളും ചായയൊക്കെ കുടിച്ചു. പപ്പടവട ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ, കേക്കും ഭയങ്കര സൂപ്പറായിരുന്നു, കുറച്ച് ക്രീമൊക്കെ ആയിട്ട് നല്ല സംഭവമായിരുന്നു. പപ്പടവടയുടെ വിലയൊക്കെ കേട്ടിട്ട് കുറച്ചേ ഉള്ളൂ, 50 രൂപ. കാലം പോയ പോക്കി നോക്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഏട്ടൻ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു ഒരു 5 മണിയാകുമ്പം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിന്ന് എവിടെയെങ്കിലും പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയൊന്നുമില്ല. അപ്പം ഇന്നത് ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നുള്ളൂ. പണിയായിട്ട് ഞാനിന്നൊന്നും ചെയ്തിട്ടില്ല. രാവിലത്തെ പൂരി ഉണ്ടാക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോഴീൻ്റെ കറി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഉച്ചക്കലത്തേക്കും വേറെ ഒന്നും വെക്കേണ്ടി വന്നില്ല. പക്ഷെ നാളെ എന്തെങ്കിലും വെക്കണം. പക്ഷെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ട്, സോ ഞാൻ സാമ്പാറായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പോയി. അപ്പോൾ ശരി, ടാറ്റാ.